സുഭാഷനായിട്ട് കുടുംബത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I praise God for Brother Subhash and his family. ഒത്തിരി പ്രാവശ്യം ഈ പ്ലാറ്റ്ഫോമിൽ അവർക്ക് സാക്ഷ്യം പറയാൻ അവസരം കൊടുത്തിട്ടുണ്ട്. The Lord has given them many times an opportunity to give testimony on this platform. ഞാൻ അതിനായിട്ട് കർത്താവിന് മഹത്വം കൊടുക്കുന്നു. I give glory to God for that. അവരുടെ സാക്ഷ്യത്തിന്റെ പിമ്പിൽ ചില സിസ്റ്റം ഉണ്ട്. ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ ചില സിസ്റ്റത്തിലൂടെ അവർ പോകുന്നത്. അതാണ് സാക്ഷ്യത്തിന്റെ കാരണം. The reason for the testimony is because they are traveling through the system of the kingdom of God. അച്ഛൻ തന്നെ പറയുന്നത്. That the Brother Subhash will say. അച്ഛൻ്റെ മകളാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. സോജയുടെ ജോലി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വന്നു. Everybody knows that Soja is Brother Subhash's daughter. There was a situation that she might lose her job. നമ്മുടെ ആ 3 days ഫാസ്റ്റിംഗ് prayer വന്ന ഉറവകൾ തുറക്കുക, അടുത്ത ഉറവകൾ തുറക്കുമെന്ന് ദൈവശബ്ദം വന്നു. There was a 3-day fasting prayer, and during that time the Lord's message was that springs will come forth. ഹല്ലേലൂയ. ദൈവത്തിന് അവരുടെ മേലൊരു ടെൻഷൻ ഒന്നും ഞാൻ കണ്ടില്ല. And I didn't see any tension on the face. എപ്പോഴും ഫെയ്ത്ത് ആ പറയുന്നത്, വിശ്വാസത്തിന്റെ വാക്ക്. They always speak faith. പക്ഷേ ഇത് അടയുന്നെങ്കിൽ ഞങ്ങൾക്കറിയാം കർത്താവ് വേറെ തുറന്നിട്ടുണ്ട്. Pastor, we know that if this spring is shut, we know that another will open up. കമ്പനി ഒരു ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞു. And the company said a last date. ആ ഡേറ്റ് വരെ ഉള്ളൂ നിനക്ക് ജോലി. That you have a job only till that date. അത് കമ്പനി വെച്ച ഡേറ്റ് അല്ല. That was the date kept by the company. സ്വർഗ്ഗത്തിലെ ദൈവം വെച്ച ഡേറ്റ് ആണ്. It was not the date kept by the heavenly Father. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. Glory to God. ആ ഡേറ്റിന്റെ തൊട്ടടുത്ത ഡേറ്റ്, the date just after that date, അടുത്ത ജോലിയിൽ ജോയിൻ ചെയ്തു, വർക്ക് സ്റ്റാർട്ട് ചെയ്തു. She already started joining and already started the job. ഒരു ദിവസം പോലും നഷ്ടപ്പെട്ടില്ല. She didn't even lose a single day. ഞാൻ ഷോർട്ടായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അവർ തന്നെ അതിന്റെ സാക്ഷ്യങ്ങൾ പറയും. I just said it shortly. They themselves will say the testimony. Praise God. ഞാൻ 7 മാസം മുന്നേ ഇവിടെ എൻ്റെ ജോലിയുടെ ഒരു സാക്ഷ്യം ഞാൻ പറഞ്ഞിരുന്നു. I had already told my testimony regarding the job I got earlier. ഞാൻ ജബലലി ഫ്രീ സോണിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ആദ്യം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഡോക്യുമെന്റേഷൻ ആയിരുന്നു. I was working in Jebeli Free Zone, and my job was documentation. അവിടെ ഒരു 7 മാസം ആയി കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ജോലി എനിക്ക് അവിടെ നിന്ന് നഷ്ടമായി. And after 7 months I lost my job there. പക്ഷേ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പാസ്റ്റർ എന്താണോ പറഞ്ഞത് അതുപോലെ തന്നെ എനിക്ക് ആ ഒരു രണ്ടാമത് കിട്ടിയ ജോലിയിൽ എന്താണോ പാസ്റ്റർ എനിക്ക് പറഞ്ഞത് അതുപോലെ തന്നെ സംഭവിച്ചു. അവിടെ അങ്ങനെ ഒരു വേക്കൻസി ഇല്ലായിരുന്നു. We prayed, and after a short time, just like the pastor said, I got the second job and there was no vacancy there. പക്ഷേ എനിക്ക് വേണ്ടിയിട്ട് അവിടെ അവരൊരു വേക്കൻസി ഉണ്ടാക്കി എന്നെ അവിടെ അക്കോമഡേറ്റ് ചെയ്തു. But they opened a vacancy just for me and accommodated me there. അത് കഴിഞ്ഞ് ഒട്ടും ഒരു പ്രതീക്ഷയില്ലായിരുന്നു. വർക്ക് ചെയ്ത് വരികയായിരുന്നു. അപ്പോഴാണ് കഴിഞ്ഞ മാസം അവർ ഇതുപോലെ ഒരു സൂചന വരുന്നത്, നമുക്ക് ഈ കമ്പനി ക്ലോസ് ചെയ്യാൻ പോവാണെന്നുള്ളത്. There was no hope, but they told me, they gave me a sign that the company is going to close. അപ്പോൾ കൂടെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെയും ടെൻഷനായി, ഇനി എന്താ ചെയ്യാന്ന് ആർക്കും ഒന്നും അറിയാം. പെട്ടെന്നാണ് ഇങ്ങനൊരു ഡിസിഷൻ എടുത്തതും പറഞ്ഞതും. And the people working with me were a lot of tension because they had told this suddenly, and they were all terrified. ആ സമയത്ത് തന്നെ നമുക്ക് ഫാസ്റ്റിംഗ് പ്രെയർ വരാനിടയായി. ഞാനും പപ്പയും ഈ ഫാസ്റ്റിംഗ് പ്രെയർ 3 ദിവസത്തേക്കും എടുത്തു. It was during this time that fasting prayer was proclaimed, and me and my father, we took that fasting. എടുത്തു കഴിഞ്ഞിട്ടാണ് അവർ പറയുന്നത്, ഈ മാസം 6-ാം തീയതി വരെ നിങ്ങൾക്ക് ഇവിടെ ജോലിയുള്ളൂ, അത് കഴിഞ്ഞ് നിങ്ങൾ വരണ്ടെന്നുള്ളത്. And after that fasting prayer, they said that till 6th only they have this job. 4th വരെ ഞങ്ങൾക്ക് ജോലിയുള്ളൂ. Only till 4th you will have this job. 5-ാം തീയതി നിങ്ങൾക്ക് സാലറി തരും ഈ ഒരു മന്തിന്റെ, അത് വാങ്ങിച്ചിട്ട് നിങ്ങൾ ഇനി മുതൽ വരണ്ട എന്ന് തന്നെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. And on the 5th you can come and take your salary and then do not come again. പക്ഷേ അതിന് മുന്നേ തന്നെ, അതിന്റെ കുറച്ച് ദിവസം മുന്നേ തന്നെ ഞാനും പപ്പയും കൂടി ഇങ്ങനെ പ്രാർത്ഥിച്ചു. അതുപോലെ ഞാനിങ്ങനെ വിശ്വാസത്തിൽ പറഞ്ഞു, പപ്പ ഈ ഒരു സാലറിയും കിട്ടി, അടുത്ത മാസത്തെ എൻ്റെ സെറ്റിൽമെൻറ്റും എനിക്ക് കിട്ടും, പിന്നെ എൻ്റെ പുതിയ കമ്പനിയിലെ സാലറിയും കൂടെ കിട്ടിയിട്ട് ഞാൻ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസിന് ഓപ്പൺ ആക്കാൻ കൊടുക്കുമെന്ന് പറഞ്ഞു ഫയൽ. And then I told in faith that I got my salary, then next month I'll get my final settlement, and after that I will get my salary in the new job, and then I will apply for a driving license. ഞാൻ ഒരു ഇതിലും അല്ല പറഞ്ഞത്, പക്ഷെ ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസിച്ച് ഞാൻ പറഞ്ഞതാണ് എനിക്കിങ്ങനെ തന്നെ നടക്കുമെന്ന്. And I told in faith that this will happen because I had a faith in God. അത് കഴിഞ്ഞ് പിറ്റത്തെ ആഴ്ചയിൽ എനിക്കൊരു ഇന്റർവ്യൂ വന്നു. And in the next week I got an interview. രാവിലെ ഞാൻ പാസ്റ്ററിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. In the morning I called pastor and prayed. പപ്പയും പ്രാർത്ഥിച്ചു, ഞാൻ ഇന്റർവ്യൂവിന് പോയി. And my father also prayed, and we went for the job.
അവരെനിക്കൊരു 1 മണിക്കൂറോളം ഇന്റർവ്യൂ ചെയ്ത് കാണും. And they interviewed me for 1 hour. അതിന്റെ തലേദിവസം ഞാൻ ഇങ്ങനെ ഓർത്തു, പാസ്റ്റർ ഇതുപോലെ ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസിന് പോയ സമയത്ത് പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, എന്റെ ദൈവത്തിന്റെ ദൂതന്മാർ അവിടെ ഇറങ്ങിയിട്ട് ആ സ്ഥലം അറസ്റ്റ് ചെയ്യും എന്നുള്ള കാര്യം. And on the previous day, I remembered that pastor had told the testimony when he got the driving license that the angels of the Lord will go and arrest that place there. എന്താണെന്നൊന്നും എനിക്കറിയാം, പക്ഷെ ഞാൻ അതിങ്ങനെ എന്റെ മനസ്സിൽ എനിക്കിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്, നാളെ ഞാൻ പോകുമ്പോഴും അതുപോലെ തന്നെ എനിക്ക് സംഭവിക്കും എന്ന്. And that was coming in my heart repeatedly that when I go there for the interview, it will happen for me also the same. അങ്ങനെ ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് ഇവരെന്നോട് പറയുന്നത് നാളെ വന്ന് ജോയിൻ ചെയ്തോ എന്നാണ് പറയുന്നത്. വൈകിട്ട് ഓഫർ ലെറ്റർ നിങ്ങൾക്ക് വരും എന്ന്. And then I went for the interview, attended the interview, and immediately they said from tomorrow you can join, and they gave me the offer letter there itself. ഓൾറെഡി അവിടെ വേറൊരാളെ ഇന്റർവ്യൂ എടുത്ത് വെച്ചതാണ്. They had already interviewed one person and had kept them. ഒരു ചാൻസും ഇല്ല എനിക്ക് അവിടെ കിട്ടാൻ. There was no chance for me to get there. പക്ഷെ എന്റെ ദൈവം എനിക്ക് അവിടെ വലിയ കാര്യം ചെയ്തു തന്നു. But the Lord did that great miracle for me. ഞാൻ അവിടെ ജോയിൻ ചെയ്തു. അവർ പറഞ്ഞു 2 ദിവസം അവർ നോക്കും പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് ഉള്ള കാര്യം. I joined there and they said that for 2 days we will see how was your performance. ഇത്ര ദിവസം ഞാൻ ഒരു 6 ദിവസമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞില്ല. അവർക്ക് എൻ്റെ വർക്കും കാര്യങ്ങളും ഒക്കെ ഇഷ്ടമായി. And for 6 days I've been continually working there and they liked my work and I'm okay. ഇപ്പൊ എന്റെ വിസ ക്യാൻസൽ ചെയ്തിട്ട് അവരെന്റെ വിസ പ്രൊസീജിയേഴ്സ് ഇപ്പോൾ അടുത്ത ആഴ്ച തന്നെ തുടങ്ങും. They have cancelled my visa and they have started the visa for the new job and the procedure is happening. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. I praise God. മോള് പറഞ്ഞതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇതുവരെ പറഞ്ഞില്ല. One important thing that she has to tell, she don't tell. അതായത് ഈ ജോലി നഷ്ടപ്പെടുന്നു എന്ന് എന്നെ വിളിച്ച് പറഞ്ഞ സമയത്ത് That at the time that she called me and said that she might lose the job. ഞാൻ ഇങ്ങനെ പറഞ്ഞു, മോളെ ദൈവം പുതിയ ജോലി ഒരുക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് പോകുന്നതെന്ന് പറഞ്ഞു. I told her that it is because God has already prepared a new job, that is why this job is losing. ഞാൻ മോള് വന്നു കഴിഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ എല്ലാ മാസവും ഞാൻ കൊടുക്കുന്ന ടൈത്ത്, ഞാനും എൻ്റെ മോളും ഞാൻ പല പ്രാവശ്യം പറഞ്ഞാണ്, ഞങ്ങൾക്ക് കിട്ടുന്ന സാലറിയിൽ ആദ്യം ടൈത്ത് എടുത്ത് മാറ്റിയിട്ടേ ഞങ്ങൾ ബാക്കി കാര്യം ചെയ്യത്തുള്ളൂ. And when my daughter told me that day, we prayed, and then I told Lord that every time what happens is me and my salary, when we get the salary, we move aside the tithe first, and then only we do anything else. ആദ്യം 10% ആയിരുന്നു കൊടുത്തിരുന്നത്. First we had given 10%. പിന്നെ അത് 15% ആക്കി. Then we changed to 15%. അപ്പോൾ 15% അനുസരിച്ച് സാലറി ഞങ്ങളുടെ കൂടി. And then according to that 15%, the salary increased. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ ഈ ജോലി പോകുന്നത് കൊണ്ട് ആ ടൈത്ത് മുടങ്ങാൻ ദൈവം ഇടവരുത്തല്ലേ എന്ന് ഞാൻ മാത്രം, ജോലി തരണമെന്നും പ്രാർത്ഥിച്ചില്ല, ഇത് മാത്രം പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതം ചെയ്തു. എവിടെ തീർന്നോ അവിടെ ദൈവം തുടങ്ങി. ആമേൻ, ഹല്ലേലൂയ. I prayed and she got the job. I did not pray that she should get a new job, but I told the Lord that I should continue to pay the same tithe to the pastor as I've been doing before, and the Lord honored it. മനുഷ്യനാൽ അസാധ്യം, ദൈവത്താൽ സകലതും സാധ്യം. What is impossible with man is possible with God. കാരണം ഈ ദൈവം ജീവിക്കുന്നോണ്ട് ഞാനും എൻ്റെ കുടുംബവും ജീവിക്കുന്നു. Because this we worship a living God, me and my family lives. നമ്മൾ എന്ത് പറഞ്ഞു വിടുന്നോ അതുപോലെ തന്നെ സംഭവിക്കും. കാരണം ഞങ്ങൾ ഇന്ന് വരെ വേറൊരാളിൽ ആശ്രയിച്ചില്ല, ദൈവത്തിൽ മാത്രമേ ആശ്രയിച്ചുള്ളൂ. ദൈവം അത് ആ തക്ക സമയത്ത് വഴി തുറന്നു, പുതിയ ജോലി തന്നു, ദൈവം അനുഗ്രഹിച്ചു. ആമേൻ. What we proclaim with our mouth, it will happen accordingly, and we do not rely on any man, but we remembered his promises and acted accordingly. പാസ്റ്ററെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോഴും പാസ്റ്റർ ഇത് തന്നെ പറഞ്ഞു, പുതിയ ഉറവകൾ, നന്മയുള്ള ഉറവകൾ. ആമേൻ. When we called pastor and prayed, this is exactly what he said, new springs. അതുപോലെ തന്നെ സംഭവിച്ചു. നേരത്തെ പോയിരുന്നിടത്ത് 1.5 മണിക്കൂർ ട്രാവലിംഗ് ടൈം ആയിരുന്നു, ഇപ്പൊ വെറും 20 മിനിറ്റ്സിൽ പോയിട്ട് വരാൻ ദൈവം കൃപ ചെയ്തു. And the Lord honored it, and earlier when she was going for the job, it was more than 1.5 hours. Now she can reach her office in 20 minutes. എല്ലാ മഹത്വവും കർത്താവിന്. All glory be to God. എല്ലാ മഹത്വവും യേശുവിന്. All glory be to Jesus. കർത്താവെ നന്ദി, കൊടുത്ത ജോലിക്കായി നന്ദി പറയുന്നു. യേശുവേ കർത്താവെ, ഇനി ആരെങ്കിലും ഇതുപോലെ ജോലിക്ക് വേണ്ടി പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവെ നീ അവർക്കും ജോലി കൊടുത്തതിനായി സ്തോത്രം. എല്ലാ മഹത്വവും കർത്താവിന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. Lord Jesus, thank you for the job. If there's any person who is struggling to get a job, let them also have a job in Jesus' name. Thank you. കർത്താവ് ചെയ്ത അത്ഭുതനായി കരമുയർത്തിയ ദൈവത്തിന് മഹത്വം. Raise your hands and give glory to God for the miracle that He has done.